മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. മഹാരാഷ്ട്രയിലെയും അരുണാചൽ പ്രദേശിലെയും തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം അങ്ങ് എടുത്തു പറയാം. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രോമത്തിൽ പോലും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിന് തൊടാൻ സാധിക്കില്ല എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട. അത്തരത്തിലുള്ള ഒരു റിസൾട്ടാണ് മഹാരാഷ്ട്രയിൽ നിന്നും ഈ അരുണാചൽ പ്രദേശിൽ നിന്നും തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ടുമായിട്ട് പുറത്ത് വന്നിട്ടുള്ളത്. ഇതൊന്നുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങള് ഒരക്ഷരം മിണ്ടാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. കാരണം എന്താ? പ്രതിപക്ഷത്തിന് അവര് പ്രതീക്ഷിച്ചത് പോലും കിട്ടാത്തത്രയും തകർന്ന് തരിപ്പണമായിട്ടാണ് ഈ പറയുന്ന സ്ഥലങ്ങളിൽ തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് റിസൾട്ടൊക്കെ പുറത്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ അങ്ങനെ ഒരു റിസൾട്ട് രാജ്യത്ത് നടന്നതായിട്ട് ഭാവിക്ക പോലും ചെയ്യാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരേതായാലും അവരുടെ അജണ്ടയുമായിട്ട് മുന്നോട്ട് പോകട്ടെ. നമുക്ക് മഹാരാഷ്ട്രയിലെയും അരുണാചൽ പ്രദേശിലെയും തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ടൊക്കെ ഒന്ന് പരിശോധിക്കാം. നരേന്ദ്രമോദി സംവിധാനങ്ങളുടെ അടുത്തേക്ക് പോലും കോൺഗ്രസിനെ കൊണ്ടൊന്നും ഒരു അടുത്ത കാലത്തൊന്നും എത്താൻ സാധിക്കില്ല എന്ന വ്യക്തമായ റിസൾട്ടുകളാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടി തൂത്തുവാരുകയാണ് മഹാരാഷ്ട്രയിലും അരുണാചൽ പ്രദേശിലും ഒക്കെ തന്നെ നടത്തിയിട്ടുള്ളത്. ഏതായാലും നമുക്ക് ആ കണക്കുകളൊന്ന് പരിശോധിക്കാം. മഹാരാഷ്ട്രയില് മഹായുതി, അതായത് NDA, അതേപോലെ തന്നെ മഹാവികാസ് അഘാഡി എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണി. അപ്പോ ഈ മഹായുതിയാണ് മഹാരാഷ്ട്രയില് തൂത്തുവാരിയിട്ടുള്ളത്. NDA വലിയ രീതിയിൽ തൂത്തുവാരിയിരിക്കുന്നു. 288 തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പില് വളരെ വ്യക്തമായ ആധിപത്യത്തോടു കൂടിയാണ് NDA അവിടെ വലിയ വിജയം ഉണ്ടാക്കിയിട്ടുള്ളത്. 207 തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് NDA വിജയിച്ചു കയറി. അതേസമയം ഇന്ത്യ മുന്നണി 44 മാത്രമാണ്. അതും ഒരുപാട് സംവിധാനങ്ങൾ പെറുക്കി കൂട്ടിയിട്ടാണ് എന്നുള്ളതും സകലരും തിരിച്ചറിയേണ്ടതാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 117 മുനിസിപ്പൽ പ്രസിഡന്റ് സ്ഥാനങ്ങള് ഭാരതീയ ജനതാ പാർട്ടിക്ക് സ്വന്തമാണ്. മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് ഭാരതീയ ജനതാ പാർട്ടി രംഗത്തുണ്ട്. ഓരോ ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വളരെ വലിയ വിജയം ഉണ്ടാവുന്നത് വെറുതെയല്ല, എണ്ണയിട്ട യന്ത്രം പോലെ അവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംവിധാനങ്ങൾ പണിയെടുക്കുന്നുണ്ട്. അതേ സമയത്ത് പ്രതിപക്ഷത്തെ വിശ്വസിക്കുന്ന ആളുകളോട് ഗൗരവത്തിൽ നിങ്ങൾ ചിന്തിക്കണോ? നിങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്ന നേതാക്കന്മാരെ ടൂറിലാ, ജർമ്മനിയിലാ, BMW കാർ ഷോറൂമിലാ, ബൈക്കിലാ ഇരുന്നോണ്ടിരിക്കുന്നത്. ഇവിടെ മറ്റൊരാള് KC വേണുഗോപാല് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാൻ ക്യാമറയും തൂക്കിയേ കേരളത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളില് തദ്ദേശ തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോ ഇവിടെ KC വേണുഗോപാല് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഓടി നടക്കുക. തേരാപ്പാര ക്യാമറയും തൂക്കി കേരളത്തില് തദ്ദേശ തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിട്ടും ഇനി മുഖ്യമന്ത്രി പിടിക്കാനുള്ള തേരാപ്പാര ഓട്ടത്തില്. അതേസമയം ഈ രാഹുൽ ഗാന്ധി ഓടിയിട്ട് ജർമ്മനിയില് BMW ബൈക്കിലിരിക്കുന്നു. ഏതോ മണ്ടന്മാർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇൻസ്റ്റഗ്രാമില് പുതുതലമുറ നിങ്ങളെ വലിയ രീതിയിൽ ഫോളോ ചെയ്യൂ. ഇവിടെ ഒരു വലിയ പ്രചരണം ഉണ്ടായിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ പുതുതലമുറയുള്ള ഇൻസ്റ്റഗ്രാമില് രാഹുൽ ഗാന്ധിക്ക് വലിയ മുന്നേറ്റാണ്. ആ മരം ഒണ്ണത്തരം വിശ്വസിച്ചിട്ടാണെന്ന് തോന്നുന്നു ഏതോ BMW ബൈക്കിലൊക്കെ കയറിയിരുന്ന് ഫോട്ടോസ് ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഇൻസ്റ്റഗ്രാമിലെ കണക്ക് കൂടി ഒന്ന് മുന്നോട്ട് വെച്ചിട്ട് നമുക്ക് ബാക്കി നോക്കാം. നരേന്ദ്രമോദിക്ക് 9,93,00,000 ആളുകൾ ഇൻസ്റ്റഗ്രാമിൽ നരേന്ദ്രമോദിയെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇതേ രാഹുൽ ഗാന്ധിയെ 1,24,00,000 ആളുകളെ ഫോളോ ചെയ്യുന്നുള്ളൂ. ഇവിടെ ഒരു വ്യാപക പ്രചരണമുണ്ട്. ഈ BMW ബൈക്കിലൊക്കെ ഫോട്ടോ ഇങ്ങോട്ട് വരുമ്പോഴേക്ക് പുതിയ തലമുറ വലിയ രീതിയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം ഇൻസ്റ്റഗ്രാമിൽ വലിയ ഫോളോവേഴ്സ് എന്നാ നമ്മളിവിടെ തെളിവാ വെക്കുന്നത്. രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും തമ്മിൽ ആനയും അണ്ണാങ്കുട്ടനും തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്നുള്ളതും സകലരും തിരിച്ചറിയാം. ഏതായാലും ഇവര് ടൂറിലും KC വേണുഗോപാൽ രണ്ടാമൻ, കോൺഗ്രസിലെ രണ്ടാമൻ എന്നറിയുന്ന KC വേണുഗോപാൽ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഓടുമ്പോ ഭാരതീയ ജനതാ പാർട്ടി എണ്ണയിട്ട യന്ത്രം പോലെ എവിടെയാണോ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്
അതാണ് സീരിയസ് ആയിട്ട് കാണേണ്ടത് എന്ന് വ്യക്തമായിട്ട് ഉയർത്തിപ്പിടിച്ച് റിസൾട്ട് ഉണ്ടാക്കി. മഹാരാഷ്ട്രയിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ഭാരതീയ ജനതാ പാർട്ടി. കോൺഗ്രസിന് അടുത്ത് പോലും ഒന്ന് മുട്ടാൻ പോലും എത്തുന്നില്ല. ഒരു പ്രതിപക്ഷം എന്ന് പോലും പറയാൻ സാധിക്കാത്ത വിധം മഹാരാഷ്ട്രയിൽ തകർന്നടിഞ്ഞു. ഇനി അരുണാചൽ പ്രദേശില് ഈ ചിത്രം പ്രത്യേകിച്ചൊരു മാറ്റമൊന്നുമില്ല. ഈ അരുണാചൽ പ്രദേശിൽ പുറത്തു വന്നിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് ZPM, അതായത് നമ്മുടെ കേരളത്തിലെ ജില്ലാ പഞ്ചായത്തിന് സമമായിട്ടുള്ള 245 സീറ്റുകളിലേക്ക് മത്സരം നടന്നു. ഈ 245 സീറ്റുകളിലേക്ക് മത്സരം നടന്നെടുത്ത് 238 NDA തൂത്തങ്ങ് വാരി. 238. ഇതിൽ തന്നെ BJP ഒറ്റയ്ക്ക് 150. ഏറ്റവും വലിയ ഒറ്റക്കക്ഷി അരുണാചൽ പ്രദേശിലെ ജില്ലാ പഞ്ചായത്ത് തലത്തിലേക്കുള്ള മത്സരത്തിലോ അവിടെ GPM, അതായത് നമ്മുടെ പഞ്ചായത്തുകളിലേക്ക് മത്സരിക്കുന്നതിന് സമമായിട്ടുള്ള അവിടെ 8161 സ്ഥലങ്ങളിലേക്ക് മത്സരം നടന്നു. അവിടെ NDA തൂത്തുവാരിയിട്ടുള്ളത് 7944. അതിൽ BJP ഒറ്റയ്ക്ക് വിജയിച്ചിട്ടുള്ളത് 6085. അതിലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ഭാരതീയ ജനതാ പാർട്ടി. ഈ റിസൾട്ട് ഒന്നും വെറുതെ സംഭവിക്കുന്നതല്ല കേട്ടോ. ഇത് കൃത്യമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ഈ എണ്ണയിട്ട യന്ത്രം പോലെ BMW ബൈക്കിലേക്ക് ഓടാതെ, കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം കാണാതെ, പ്രസ്ഥാനം വളരണം, പാർട്ടി വളരണം, അതിലൂടെ മുന്നോട്ട് പോകണമെന്ന് കൃത്യമായ ലക്ഷ്യമുള്ള, ഈ രാജ്യം വളരണമെന്ന് കൃത്യമായിട്ട് ലക്ഷ്യമുള്ള ആളുകള് അരുണാചൽ പ്രദേശിലും മഹാരാഷ്ട്രയിലും ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി എണ്ണയിട്ട യന്ത്രം പോലെ പണിയെടുത്തു. റിസൾട്ട് വന്നു. നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾക്ക് ഈ റിസൾട്ടിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടാൻ പോലും ആവാത്ത അവസ്ഥ. കാരണം ഇതൊരു പ്രതിപക്ഷം എന്ന് പോലും പറയാൻ നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾക്ക് പോലും നാണക്കേടുണ്ടായത് കൊണ്ടാ ഒരു ചർച്ചക്ക് പോലും ഇതെടുക്കാത്തത്. ഇത് ആരുടെ പരാജയ? കോൺഗ്രസ് നേതൃത്വത്തിന്റെ പരാജയ. ഈ രാഹുൽ ഗാന്ധിയുടെയും KC വേണുഗോപാലിന്റെയും ഒക്കെ ഒരു തർക്കം അതിലൊന്നും വേണ്ട. രാഹുൽ ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് വരും, ഹൈഡ്രജൻ ബോംബ്, ആ ബോംബ് വിളിച്ചു പറയും, നേരെ മലേഷ്യയിലേക്ക് പോകും, ഓരോന്ന് വിളിച്ചു പറയും, മണ്ടത്തരങ്ങൾ ചെയ്യും. ഇത് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ 100% രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഇട്ടുകൊണ്ട് ഈ വാർത്ത വലിയ രീതിയിൽ കൊടുക്കും. പിന്നീട് ഈ പ്രമുഖ മാധ്യമങ്ങൾ തന്നെ തപ്പൂ, അല്ല രാഹുൽ ഗാന്ധി എവിടെ, അടുത്ത വിഷയം എവിടെ, ബാക്കി എവിടെ? അപ്പൊ വാർത്ത കാണാം, ഓ മലേഷ്യയിൽ, അല്ല തായ്ലാന്റ്, അല്ല വേറെ എവിടെയോ, അല്ല ജർമ്മനിയിൽ ബൈക്കില്. ഇത് ജോൺ ബ്രിട്ടാസ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ രാജ്യത്ത് ഒരു ഫുൾ ടൈം പ്രതിപക്ഷ നേതാവിനെ ആവശ്യമുണ്ട് എന്ന്. അവരുടെ മുന്നണിയിലെ ആളുകൾ പോലും പരാജയം മനസ്സിലാക്കി. കോൺഗ്രസിന്റെ പരാജയം കൊണ്ടാണ്, ഈ നേതൃത്വത്തിന്റെ പരാജയം കൊണ്ടാ. രാഹുൽ ഗാന്ധി എന്തെങ്കിലും കൊള്ളുവോ? KC വേണുഗോപാൽ എന്തെങ്കിലും കൊള്ളുവോ? ഇവരൊന്നും ഒന്നിനും കൊള്ളില്ല. ഇവിടെ അതേസമയം ഒരു ഭാഗത്ത് എണ്ണയിട്ട യന്ത്രം പോലെ 24 മണിക്കൂറും ദേശത്തിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഈ രാജ്യം വളരാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അത് ജനം തിരിച്ചറിഞ്ഞു. വലിയ ഭൂരിപക്ഷത്തില് ഭാരതീയ ജനതാ പാർട്ടിയെ വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കണ്ട് കളിയിലെളുമ്പിയെ പോലെ രാഹുൽ ഗാന്ധി ഇപ്പൊ വരൂ, ഓ അങ്ങനെ പോയി ഇങ്ങനെ പോയി വോട്ട് എന്ന് പറഞ്ഞ് അത്തരം ഇനിയും രംഗത്തൊക്കെ വന്നാലേ ബോധമുള്ള ജനത പൂച്ചിച്ചങ്ങ് തള്ളവും.